അന്ത്യനാള് വരുമ്പോ അതായിരിക്കും ചിത്രം. വൈരുദ്ധ്യങ്ങൾ സംഭവിക്കും. ആരൊക്കെയാണോ ചാനലിന്റെ മുമ്പിൽ വന്നിട്ട്, മീഡിയക്കാരെ മുമ്പിൽ വന്നിട്ട്, ഏതൊക്കെ ലോക നേതാക്കളാണോ കാരുണ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്, അവരായിരിക്കും ഭൂമിയിൽ ഏറ്റവും വലിയ കാഠിന്യത്തിന്റെ വക്താക്കൾ. അല്ലേ? ചാനലുകാരെ മുമ്പിൽ വന്നിട്ട്, മീഡിയ പ്രസ് മീറ്റിങ്ങിൽ വന്ന്, വലിയ വലിയ സിംബോസിയങ്ങളിൽ വന്ന്, അന്താരാഷ്ട്ര വേദികളിൽ വന്ന് മനുഷ്യാവകാശത്തെയും ലോക സമാധാനത്തെയും കുറിച്ച് ഏതൊക്കെ ലോക വൻശക്തികളുടെ തമ്പുരാക്കന്മാരാണോ സംസാരിക്കുന്നത്, അവര് തന്നെയല്ലേ ഏറ്റവും വലിയ അണുവായുധ കച്ചവടക്കാരും, ഏറ്റവും വലിയ അണുബോംബിന്റെയും ഹൈഡ്രജൻ ബോംബിന്റെയും ഗോഡൌണുകൾക്ക് കാവലിരിക്കുന്നവരും. എല്ലാ രാജ്യങ്ങൾക്കിടയിലും യുദ്ധം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇന്ന് സമാധാനത്തിന് നോബൽ സമ്മാനം എനിക്ക് കിട്ടണമെന്ന് പറയുന്ന ആളുകൾ. അന്തലിദൽ അമുറബത്തഹ, വായിലൊന്ന് പുറത്തൊന്ന്, പറയലൊന്ന് ചെയ്യലൊന്ന്. ഞാൻ ഈ ഗാസയെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി പോലും എത്ര കൃത്യമായ ഹദീസുകളാണുള്ളത്. എത്ര കൃത്യമായ ഹദീസാണ്. നമ്മുടെ വിശ്വാസം, ഞാൻ ഒന്നുകൂടി പറയുന്നു, ആരെയും ചെറുതാക്കാനും വലുതാക്കാനൊന്നുമല്ല. സയ്യിദിന ഇമാമുൽ മഹ്ദി റഹിമഹുല്ല അവരുടെ നേതൃത്വത്തിലാണ് ഇനി അൽ അഖ്സ മോചിപ്പിക്കപ്പെടാൻ പോകുന്നത്. ഇതാണ് അഹ്ലുസുന്നയുടെ ഒരു മൻഹജ്. അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ഒന്നും പറയാൻ ഞാനില്ല. അതിനിടയിൽ വേറെ മോചനം നടക്കൂല എന്ന് പറയാൻ നമുക്ക് പറ്റുമെന്നില്ല. അതേസമയം ഇമാം മഹ്ദിയിലൂടെ ഒരു ആത്യന്തികമായ മോചനമുണ്ട്. അൽ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മഖ്ദസിന് ഒരു യുദ്ധം അവിടെ നടക്കും. ഹർമജദ്ദൂൻ, ബൈബിൾ ഓൾഡ് ടെസ്റ്റിമണിയിലും ആ പേരുണ്ട്, ഹർമജദ്ദൂൻ ബിബ്ലിക്കലാണ്. അത് ഇമാം മഹദിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങളും ബനുൽ അസ്ഫറും തമ്മിലുള്ള യുദ്ധമായിരിക്കും. ഞാൻ അങ്ങോട്ടൊക്കെ പോവല്ല. ബനുൽ അസ്ഫർ മീൻസ് മഞ്ഞ വെള്ള മുഖമുള്ളവർ, വെസ്റ്റേൺസ്, യൂറോപ്യൻസ്. അതിൽ ഈ വെസ്റ്റേൺസ് മുസ്ലിങ്ങളെ ചതിക്കും എന്നൊക്കെയാണ് ഹദീസ്. ഞാൻ ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം മാത്രം പറയാം. അങ്ങനെ ഹർമജദ്ദൂൻ യുദ്ധം, ഇങ്ങനെ സ്വഹീഹ് ബുഖാരി സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ഹർമജദ്ദൂൻ യുദ്ധം കൊടുമ്പിരിക്കൊള്ളവേ ഫയൻസിലോ ഈസബിന് മറിയം, മസീഹുല്ലാഹി ഈസ അലൈഹിസ്സലാം ഇറങ്ങി വരും. നമ്മൾ ഈ ഫേസ്ബുക്കിലും പത്രത്തിലും ചാനലിലൊക്കെ ഗാസ, പലസ്തീൻ, ജോർദാൻ, മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളതിൻ്റെ പൊളിറ്റിക്കൽ നറേഷൻ അല്ല ആലോചിക്കേണ്ടത്. അതിനൊരു തിയോളജിക്കൽ, എസ്കറ്റോളജിക്കൽ, ഒരു മതവിശ്വാസപരമായ, പരലോക വിശ്വാസ സംബന്ധിയായ ഒരു തലം കൂടി അവിടെയുണ്ട്. ഫയൻസിലോ ഈസ ബിൻ മറിയം, മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. എവിടെയാണ് നമ്മുടെ വിഷയം കിടക്കുന്നത്? എവിടെ ഇറങ്ങി വരിക? ഇന്ദൽ മിനാറത്തിൽ ബൈദാഇ ശർഖിയ്യ ദിമഷ്ക ഫീ മിഹർവദത്തൈൻ വാലിയൻ കഫൈഹി അലാ അജ്നിഹതി മലക്കൈൻ ഇദാ റഅസഹു ഖതറ വഇദാ റഫഅഹു തഹദ്ദറ മിൻഹു ജുബാനുൻ കല്ലുലു. സ്വഹീഹ് മുസ്ലിം. ഡമസ്കസ് പട്ടണത്തിന്റെ കിഴക്കുഭാഗത്തുള്ള ജുമുഅ മസ്ജിദിന്റെ വെളുത്ത മിനാരത്തിന്റെ ചുവട്ടിൽ മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. ഇതൊക്കെ കേവലം ഒരു പ്രവചനാണോ? ഫയൻസിലു ഈസ ഇബ്നു മറിയം വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ എന്നാണ് നമ്മൾ പറയല്. അതൊരു മലയാളത്തിന്റെ ഒരു മര്യാദ ഭാഷയാണ്. സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഇത് രണ്ടും അല്ലെങ്കിൽ സിഹാഹു സിത്ത നിഷേധിക്കുന്നത് ഖുർആൻ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഖുർആൻ നിഷേധിക്കുന്നത് ഹദീസ് നിഷേധിക്കുന്നതിന് തുല്യമാണ്. രണ്ടും മുതലാസിമാനിയാണ്. നമ്മളൊരു നാടൻ പ്രയോഗമാണ് ഖുർആൻ കഴിഞ്ഞാൽ ബുഖാരി. ഒരു മര്യാദയുടെ സംസാരമാണത്. വിശദീകരണം നോക്കിയ എല്ലാം ഒന്നൊന്നിനെ ബലപ്പെടുത്തുന്ന, ഒന്ന് മുഹസ്സിസും മറ്റത് മുഹസ്സസും. ഞാൻ സങ്കീർണമാക്കുകയല്ല, എല്ലാം ഒന്ന് തന്നെയാണ് അതിന്റെ ആശയത്തിൽ. ഫയൻസിലു ഈസ ഇബ്നു മറിയം എവിടെ? ഇന്ദൽ മിനാറത്തിൽ ബൈദാ, വെള്ള മിനാരത്തിന്റെ ചുവട്ടിൽ, ശർഖിയ്യ ദിമഷ്ക, ഡമസ്കസ് നഗരത്തിന്റെ കിഴക്കു ഭാഗത്തുള്ള ജുമുഅത്ത് പള്ളിയുടെ വെള്ള മിനാരത്തിന്റെ ചുവട്ടിൽ മസീഹുല്ലാഹി ഈസ ഇറങ്ങി വരും. ലൈവ് റിപ്പോർട്ടിംഗ് എന്ന പോലെയാണ് പറയുന്നത്. ഫീ മിഹർവദത്തൈനി, ഇളകിയാടുന്ന രണ്ട് മേൽവസ്ത്രങ്ങളുമായി.
ഇളകിയാടുന്ന 2 മേൽവസ്ത്രങ്ങളുമായി, ചായം പൂശിയ 2 കുപ്പായങ്ങളുമായി, വാലിയൻ കഫൈഹി, ഇറങ്ങി വരുന്ന ആ ഷേപ്പ് മസീഹുല്ലയുടെ 2 കൈയും മൂന്നിയിട്ടായിരിക്കും, മല അജിനിഹത്തി മലക്കൈൻ, 2 മലക്കിന്റെ 2 ചരകിന്മേൽ ഊന്നിക്കൊണ്ടായിരിക്കും ഇറങ്ങി വരിക. ആ ഇറങ്ങി വരുന്നതിന്റെ ആ ലാൻഡിങ്ങിനെ കുറിച്ച് പറയുകയാണ്. താഴെ വന്നിറങ്ങുമ്പോ, തല കുലുങ്ങുമ്പോ ജലഗണങ്ങൾ തെറിച്ച് വീഴും. വൈദാറഫഅഹു, സ്വീകരിക്കാൻ വന്ന ആളുകളെ നോക്കാൻ തല പൊക്കിയാലോ, തഹദ്ദറ മിൻഹു ജുബാനുൻ കല്ലുലു, മുത്തുമണികളെന്ന പോലെ ജനഗണങ്ങൾ വീണ്ടും നാനാഭാഗത്തേക്ക് പ്രസരിക്കുമെന്ന് സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തില്ലുമ്പം പിന്നെയും ശക്തി പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ എന്താ ഇത്ര വലിയ പുതുമയെന്നറിയാം? ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഒന്ന്, ഇന്ന് നമ്മൾ പറയുകയാണ് അമേരിക്കയുടെ ക്യാപിറ്റലായ വാഷിങ്ടണിൽ ലോക ഇസ്ലാമിൻ്റെ ആസ്ഥാനം വരുമെന്ന് പറഞ്ഞാൽ, എന്ന് ഞാൻ പറയോ എന്നുള്ളത് വേറെ വിഷയത്തിന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്നേക്കാളും വലിയ വിഡ്ഢി ഈ ലോകത്തില്ല നിങ്ങൾ പറയില്ലേ? ചൈനയുടെ ക്യാപിറ്റലായ ബീജിംഗ് ആയിരിക്കും ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ലോക ഇസ്ലാമിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്നെക്കാളും വിഡ്ഢി ലോകത്തില്ല നിങ്ങൾ പറയൂലേ? പറയണമല്ലോ. എന്നാൽ അതിന് തുല്യമാണ് എന്ത് അറിയോ? ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്ത് ജുമാ പള്ളി വന്നിട്ട് വെളുത്ത മിനാരത്തിന്റെ ചുവട്ടിലായിരിക്കും മസീഹ് ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുപോലുള്ളൊരു സംസാരമാണ്. ഒരു വിശ്വാസത്തിന്റെ നേതാവ് ലാൻഡ് ചെയ്യുക എവിടെയാ? എന്റെ പടച്ചതമ്പുരാൻ, നിങ്ങൾ എന്നെ തീരെ ഉള്ളു തുറന്ന് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്താണ് റബ്ബെ ഞാൻ പറയേണ്ടത്? ഒരു ലോക നേതാവ് എവിടെയാ ലാൻഡ് ചെയ്യുക? ഇപ്പൊ ഒരു പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, മുഖ്യമന്ത്രി, ഇല്ലെ, ലോക നേതാവ് ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്യുന്നതാണ്, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്നതാണ്. ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള കേന്ദ്രം ഏതായിരിക്കും? ഏറ്റവും സേഫ്റ്റിയുള്ള നാടായിരിക്കും അല്ലേ? സേഫ്റ്റി വേണ്ടേ? ലോക മുസ്ലിങ്ങൾക്ക് ഏറ്റവും സേഫ്റ്റിയുള്ള നാടായത് കൊണ്ടാണല്ലോ, ഉണ്ടാകുന്ന നാടായത് കൊണ്ടാണല്ലോ മസീഹ് അവിടെ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞാൽ സിറിയ ലോക മുസ്ലിങ്ങളുടെ ഏറ്റവും സേഫ് മണ്ണായി മാറും. സിറിയയുടെ ക്യാപിറ്റലാണ് ഡമസ്കസ്. ഡമസ്കസിന്റെ അറബിയാണ് ദിമഷ്ക്. ഇത് പറയുമ്പോൾ ഡമസ്കസിൽ ഇസ്ലാം എത്തിയിട്ടില്ല. ഡമസ്കസ് അന്ന് സിറിയ, ഇന്ന് സിറിയ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അന്നത്തെ അറബ് പേര് ഷാം എന്നാണ്. ഷാം അന്ന് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ കൊമേഴ്ഷ്യൽ സിറ്റിയാണ്, വാണിജ്യ നഗരമാണ്. റോമാ സാമ്രാജ്യത്തിന്റെ വാണിജ്യ നഗരമാണെന്ന് ഷാം. ആൾക്കാർ കച്ചവടത്തിന് പോകുന്ന പ്രദേശമാണ്. അന്നത്തെ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. ഹെറാക്ലീസിന്റെ ഹിർക്കലിന്റെ നാടാണ്. അന്നത് നസാറ മണ്ണാണ്. ഇന്ന് എന്താണോ റോമിലെ വത്തിക്കാൻ, ഇന്ന് എന്താണോ വത്തിക്കാൻ സിറ്റി, ആ സ്ഥാനത്ത് നിൽക്കുന്ന സിറ്റിയാണ് അന്ന് ദിമഷ്ക്. ആ ഡമസ്കസിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഡമസ്കസ് നാളെ ഈസാ അലൈഹിസ്സലാമിനെ സ്വീകരിക്കും. സഹാബികൾ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, കുറെ കാലം കഴിഞ്ഞപ്പോൾ ഡമസ്കസിൽ ഇസ്ലാം എത്തി. മുസ്ലിങ്ങൾ സിറിയ കീഴ്പ്പെടുത്തി. അധികം വൈകിയില്ല, സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് തന്നെ. പിന്നീട് എന്നിട്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സിറിയയുടെ ക്യാപിറ്റലായ ഡമസ്കസിൽ അമവിയാക്കൾ ജുമാ പള്ളി കെട്ടുന്നത്. ഉമർ തങ്ങളുടെ കാലത്തും അവിടെ ജുമാഅത്ത് പള്ളിയില്ല. അമവിയ ഖിലാഫത്തിന്റെ കാലത്താണ് അവിടെ ജുമാഅത്ത് പള്ളി വരുന്നത്. ജുമാഅത്ത് പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് അന്നുമുണ്ട് വെളുത്ത മിനാരം, ഇന്നുമുണ്ട് വെളുത്ത മിനാരം. നാളെ ഉണ്ടാകും എന്നുള്ള അതിവാദമൊന്നും എനിക്കില്ല. പക്ഷെ മസീഹുല്ലാഹി ഇറങ്ങുമ്പോൾ ഉണ്ടാകും. എല്ലാ ആഭ്യന്തര യുദ്ധവും, എല്ലാ ബോംബിങ്ങും, എല്ലാ ഹൈഡ്രജൻ ബോംബും, എല്ലാ കെമിക്കൽ ബോംബും, എല്ലാ അട്ടിമറിയും, എല്ലാ ബസാറുൽ അസദും, എല്ലാ പുതിയ ചങ്ങാതിയും ഒക്കെ വന്നിട്ടും ഈ സിറിയയുടെ, ഈ ജുമാഅത്ത് പള്ളിയുടെ കിഴക്ക് ഭാഗത്തുള്ള വെളുത്ത മിനാരം സേഫാണ്. നാളെ ഉണ്ടാകുമെന്ന് പറയുന്നില്ല. പൊളിഞ്ഞാൽ മറ്റന്നാൾ വേറെ വരുമായിരിക്കും. പക്ഷെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ആ വെള്ള മിനാരത്തിന്റെ ചുവട്ടിൽ മസീഹുല്ലാഹി ഈസാ ഇറങ്ങി വരും. നമുക്ക് സമാധാനമുണ്ടാകണം. ബൈത്തുൽ മഖ്ദിസിലേക്ക് റാലി പോകും, ജാഥ പോകും.
എന്നിട്ടോ അവിടെയപ്പോൾ സയ്യിദുനാ ഇമാമുൽ മഹദി സുബഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം മസ്ജിദുൽ അഖ്സയിൽ എത്തുന്നത്. ഇതൊക്കെ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഇമാം മഹദി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. ഇന്ന് കേരളത്തിൽ ഏറ്റവും മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പേര് കൂടിയാണ് മഹദി. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആകെ ലിസ്റ്റിട്ടുള്ള ഒരു 100 മഹദി എന്ന് ജീവിക്കുന്നുണ്ടാവും, 50 കഞ്ചാവ് അടിക്കുന്നുണ്ടാവും. ഇന്ന് കേരളത്തിൽ ഏറ്റവും മിനിമം ഞാനാണ് മഹദി എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ഷെയ്ഖാണ് മഹദി എന്ന് പറഞ്ഞിട്ട് ഒരു 100 ആളുണ്ടാവും. ഒരു പക്ഷേ അതിൽ നല്ലൊരു ശതമാനവും ഇന്ന് നിലവിൽ കഞ്ചാവ് അടിക്കുന്നുണ്ടാവും. ഇന്ന് ലോകത്തെ ഏറ്റവും മഹദി ഉള്ളത് ഇറാനിലാണ്. വേറെ വലിയൊരു മഹദി ഉണ്ട് 2026, ഇതാ 26 ഡിസംബർ 31 രാത്രി 11:59 മക്കയിൽ വരുന്ന വ്യക്തി എന്ന് പൂജിക്കപ്പെടുന്ന ഒരു മഹദിയുണ്ട് ലണ്ടനിൽ. നമ്മൾ അറിയാഞ്ഞിട്ടാണ്. ഈ മനുഷ്യന്മാരെ ബ്രെയിന് എലി കരണ്ട് പോവാന്ന് പറയലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. എനിക്ക് ഒന്ന് പെരിച്ചാഴി കരണ്ട് പോവാണ്. അൽറ ചാനൽ എന്നൊക്കെ പറഞ്ഞ ചാനലുണ്ട്. ഏതെങ്കിലും സഹോദരനോ സഹോദരി അതൊക്കെ ഫോളോവേഴ്സ് ആണെങ്കിൽ സംസം വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് കയറി വരണം. ആ ജാതി വെഡിത്തങ്ങളാണ് പറയുന്നത്. യൂനുസ് അൽ ഗോഹർ ഷാ ഒരു പുതിയൊരു ചങ്ങാതിയാണ്. അയാളെ ഗുരുവാണ് റിയാസ് അൽ ഗോഹർ ഷാ. പാകിസ്ഥാനിന് പെണ്ണും കഞ്ചാവുമായിട്ട് നാട്ടുകാർ അടിച്ചോടിച്ചതാണ്. നാട് വിട്ടതാണ് ലണ്ടനിലേക്ക്. 2005 മറ്റോ, വർഷം കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, കൊല ചെയ്യപ്പെട്ടു. എങ്ങനെയെന്ന് അറിയില്ല, തിരോധാനം ചെയ്യപ്പെട്ടു. ആ കഞ്ചാവടിയനെ കുറിച്ചാണ് പറയുന്നത്. 2026 ആ റിയാസ് അൽ ഗോഹർ പുനരുജ്ജീവിപ്പിക്കപ്പെടും, പുനരാനയനം കൊള്ളും മക്കയിൽ. അതായിരിക്കും മഹദി. ഇന്ന് നിലാവിലുണ്ട് ആ റിയാസ് അൽ ഗോഹർ ഷാഹിയുടെ ചിത്രം. ഇതൊക്കെയാണ് 2025 എഡ്യൂക്കേറ്റഡ് ആയ, എല്ലാ ഭാഷ അറിയുന്ന, ടെക്നോളജി അറിയുന്ന അഭ്യസ്ത വിദ്യന്മാരുടെ മഹദി പ്രേമം. ഇതൊന്നും സാധാരണക്കാർ നമ്മൾ പറയുന്നൊരു കൂട്ടരുണ്ടല്ലോ, ഓരൊന്നുമല്ല ഇതിലുള്ളത്. മലയാളത്തിലെ ചാനലാണ്. ഞാൻ ആ ചാനലിൻ്റെ പേര് ഇനിയും പറയുന്നില്ല, കേൾക്കാത്ത ആൾ കേൾക്കേണ്ട. ഒരു വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ 10,000-കണക്കിന് വ്യൂവേഴ്സ്, 1000-കണക്കിന് തഗ്ഗും ലവും പൂവും കയ്യും. ഇതൊക്കെയാണ്. ഇപ്പൊ ഞാൻ മഹദീനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ ഹൈലി മിസ്യൂസ്ഡ് ടേമാണ് ഇമാം മഹദി. പക്ഷെ ഒരു മഹദി വരും, അന്നിക്കണ്ട എല്ലാ ഫേക്ക് മഹദിയും മാളത്തിൽ ഒളിക്കുകയും ചെയ്യും. മഹദി വരുന്ന, മഹദി ഇല്ല എന്ന് പറയുന്ന മൗലവിയുണ്ട് കേരളത്തിൽ. അദ്ദേഹം മൗലവിയാണോ അല്ല എനിക്കറിയില്ല. മഹദി ഫേക്കാണെന്ന് പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന ഒരാളും ഉണ്ട്. ഞാൻ പരാക്ഷേപം പൊതുവെ നടത്തില്ല, അതുകൊണ്ടാണ് പേരൊഴിവാക്കുന്നത്. ആശയമാണ് നമ്മുടെ വിഷയം. മഹദി വരും. എല്ലാം മഹദിയാണെന്ന് പറയുന്ന വല്ലാണ്ടുള്ള വാദവും തെറ്റാണ്. മഹദിയെ ഇല്ല എന്നുള്ള ഇല്ലാണ്ടാക്കുന്ന വാദവും തെറ്റാണ്. വല്ലാണ്ടും ആവണ്ട ഇല്ലാണ്ടും ആവണ്ട, നടു നിന്നാ മതി. മധ്യമ മതമാണ് ദീനുൽ ഇസ്ലാം. അപ്പൊ എന്താ നമ്മുടെ വിഷയം? ഇമാം മഹദി ഇമാമത്ത് നിൽക്കാൻ നേരായിരിക്കും മസീഹുല്ലാഹി വരുന്നത്. അപ്പൊ മഹദി ഇമാം ബേക്കോട്ടേക്ക് ഇങ്ങനെ വരാൻ നോക്കും. ഈസാ അലൈഹി ഇസ്ലാം വന്നല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈസാ അലൈഹിസ്സലാം പറയും, ലക ഉഖീമത്തിസ് സ്വലാ, ഇത് നിങ്ങൾക്ക് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ട സുബ്ഹിയാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇമാമത്ത് നിൽക്ക്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മിന്നല്ലദീ യുസല്ലി ഖൽഫഹു ഈസാ ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയം മഅ്മൂമായി നിൽക്കുന്ന ഇമാം എൻ്റെ ഉമ്മത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പാകിസ്ഥാനി കഞ്ചാവി അല്ല, അത് സയ്യിദുനാ ഇമാമുൽ മഹദി ആയിരിക്കും റളിയല്ലാഹു അൻഹു. ആ കാലത്ത് ഈ പറയുന്ന എല്ലാ മുസ്ലിങ്ങളെ ആശയപരമായി ലോകത്ത് നിന്ന് വംശനാശപ്പെടുത്താൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ദജ്ജാലിന്റെ പിന്നാലെയായിരിക്കും, മുഴുവനും വിഭാടനം ചെയ്യപ്പെടും എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവിടെ എത്തും. ഇത് നിങ്ങളെ കുറച്ച് ആലോചിക്കാനാണ് ഞാൻ ഈ ഭാഗം പറയുന്നത്. ഒറ്റ കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. വിശ്വാസത്തിന്റെ തെളിവും കൂടി ഇതിന് നടുവ് കൂടി വരണല്ലോ. നിങ്ങൾ പറ, ഈ 1500 കൊല്ലം ലോകം നമ്മൾ നിരീക്ഷിച്ചാൽ, ഒന്ന് മനസ്സ് തുറന്ന് കേൾക്ക്, ഈ പറയുന്ന പ്രദേശത്തിന്റെ പ്രസക്തി ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇല്ലാതായിട്ടുണ്ടോ? അള്ളാന്റെ റസൂല് പറഞ്ഞ എല്ലാ അന്ത്യനാളിന്റെ അടയാളം എവിടെയാ? ഈ പറയുന്ന സിറിയ, ജോർദാന്, പലസ്തീന്, സൗദി അറേബ്യ, മിഡിൽ ഈസ്റ്റ് ആണ്.
ദജ്ജാല് വരുവ അവിടെ, യജൂജ് മൗജൂജ് അവിടെ, ദാബത്തുൽ അർള് അവിടെ, മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അവിടെ, മഹ്ദി ഇമാം അവിടെ, ഹർമജദൂൻ അവിടെ, എല്ലാം അവിടെയാണ്. പക്ഷെ ഇന്ന് ലോകത്ത്, എന്നും ലോകത്ത് ആ നാടിനോളം പ്രസക്തമായ വേറെ ഏതെങ്കിലും നാടുണ്ടായിട്ടുണ്ടോ? ശരിക്കും ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ലോകത്തിന്റെ പടിഞ്ഞാറ് എൻഡാണ് അമേരിക്ക, കിഴക്കേ എൻഡാണ് റഷ്യ, നടുവാണ് ചൈന. ഈ മൂന്ന് കൂട്ടർക്കും ഞങ്ങളും ഭൂമിയിലുണ്ടെന്ന് കാണിക്കാൻ എങ്ങോട്ടേക്ക് വരണം? മിഡിൽ ഈസ്റ്റിലേക്ക് വരണം. അമേരിക്കക്കാർക്ക് ഞാളാണ് സൂപ്പർ എന്ന് കാണിക്കാൻ റസൂലുള്ള പറഞ്ഞ മണ്ണിലേക്ക് വരണം. റഷ്യക്കാർക്കും ഇവിടത്തേക്ക് വരണം, ചൈനക്കാർക്കും ഇവിടത്തേക്ക് വരണം. ഇതൊന്നും വെറുതെ അല്ല. വിശ്വാസികൾക്ക് ഒരിക്കലും നിരാശ ബാധിക്കാനും പാടില്ല. അള്ളാഹു അവിടെ അവൻ്റെതായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. കുറെ ആളുകൾക്ക് സങ്കടങ്ങൾ അതാണ്, വിശ്വാസം തെറ്റിപ്പോകാൻ. ദുആ ചെയ്യുന്നു, ഉത്തരം കിട്ടുന്നില്ല. മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, ഉത്തരം കിട്ടുന്നില്ല. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഇതിനപ്പുറം ഒരു ലോകം വരാനുണ്ട്. ചിലപ്പോഴൊക്കെ ഈ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ എനിക്കൊക്കെ കൂടുതൽ കിട്ടുന്ന സ്ലിപ്പിലുള്ള ഒരു ചോദ്യം അതായിരിക്കും. ഓർത്തപ്പോൾ പറയുകയാണ്, യമനിലെ കുഞ്ഞുങ്ങൾ, ഗാസയിലെ കുഞ്ഞുങ്ങൾ, വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ കുഞ്ഞുങ്ങൾ, അതൊക്കെ എന്താവും എന്നുള്ളത്. മരണപ്പെട്ടു പോകുന്ന ആൾക്കാർക്ക് എവിടെ നിന്ന് നീതി കിട്ടും എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ മരണപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെപ്പറ്റി ലോകത്തെ ഏതെങ്കിലും വിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു മറുപടി പറയുന്നുണ്ടോ? എന്തെങ്കിലും ആകും എന്നുള്ളത്. ഈ കുഞ്ഞുങ്ങളൊക്കെ സ്വർഗത്തിലെ വോളണ്ടിയേഴ്സ് ആണെന്ന് പരിശുദ്ധ ഖുർആൻ. യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീക് വകഅസിൻ മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂന വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ വഹൂറുൻ ഈൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ ലാ യസ്മഊന ഫീഹാ ലഗവൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ലോക മുസ്ലിം വിശ്വാസികൾ, അള്ളാഹുവിന്റെ തൃപ്തി അടഞ്ഞ ആളുകൾ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സ്വീകരിക്കുന്ന, പൂമാലയിട്ട് സ്വീകരിക്കുന്ന, പഴത്തിന്റെ തളികയുമായി വന്ന് സ്വീകരിക്കുന്ന വോളണ്ടിയേഴ്സ് ആയിരിക്കും ഈ പ്രായപൂർത്തിക്ക് മുമ്പേ മരണപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ. യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ. അള്ളാഹിന്റെ വാക്ക് നോക്കണം. ഈ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളെ ചുറ്റിപ്പറ്റി കറങ്ങിക്കളിക്കും. ഇനി എന്തെങ്കിലും വേണോ? അത് മതിയോ? ഓക്കെ ആണോ? ഹെൽപ്പ് ഡെസ്ക്. മുഖല്ലദൂൻ, ഒരിക്കൽ മരിച്ചു ഇനി മരിക്കാത്ത, ഒരിക്കൽ മിസൈലിൽ കരിഞ്ഞു എനിക്കരിയാത്ത, ഒരിക്കൽ ബോംബിങ്ങിൽ പൊട്ടിച്ചതറി ഇനി പൊട്ടിച്ചതറാത്ത, ഒരിക്കൽ ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെട്ടു ഇനി കൊല ചെയ്യപ്പെടാത്ത മുഖല്ലദീങ്ങളായ മക്കൾ, അവരായിരിക്കും സ്വർഗത്തിലെ വാളണ്ടിയേഴ്സ്. നമ്മൾ വള്ളത്തോളിനെ കുറിച്ച് പാടിയ പോലെ ഒരു പാട്ട് വേറെ ആൾ എഴുതിയിട്ടുണ്ട്. ആളെ പേരെന്തായിരുന്നു? മാമ്പഴം എഴുതിയ ആളെ പേരെന്തേനും? നിങ്ങൾ ഉറങ്ങിയിട്ടാണ് ഞാനിങ്ങനെ പദ്യം ചെല്ലുന്നത്. വൈലോപ്പള്ളി ശ്രീധരമേനോൻ. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിത ഈ ആയത്തിന്റെ കോൺട്രസ്റ്റിൽ നിന്ന് പാടിയോക്കും. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ, 4 മാസം മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ട ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ, അമ്മതൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നൊടിച്ചാളാതിച്ചടുത്തെത്തി, ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ വിറുത്തു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ. മാമ്പഴം വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. നിങ്ങൾ ആ ആശയത്തിലൂടെ അർത്ഥമൊന്ന് ആലോചിച്ച് നോക്കൂ. മാമ്പഴം വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാം ഭുജം വാടി, കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി,
മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാമീനച്ചുടാൽ തൈമാവിൻ മരേതക കിങ്ങിണി സൗഗന്ധിക പുഷ്പമായി തീരും മുമ്പേ മാമ്പഴം വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പുൽകി. ഞാൻ വെറുതെ തന്നെ ഒരു പാട്ട്, വെറുതെ ആകാത്ത പാട്ട് പാടി നോക്കിയല്ല, നമ്മുടെ വിശ്വാസം എന്താന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. ശരിക്കും ഈ കവിത അറബിയിലായിരുന്നുവെങ്കിൽ ഇർഷാദുൽ യാഫിയിൽ വരേണ്ട കവിതയാണ്. അത്രക്കും സൂഫി സെൻസുള്ള കവിതയാണ് കവിത. വീട്ടിൻ്റെ മുറ്റത്തൊരു മാവ്, ആ മാവിൽ നിന്ന് ആദ്യമായിട്ടൊരു മാമ്പഴം താഴെ വീണപ്പോൾ വീട്ടിലെ അമ്മ കരഞ്ഞതാണ് തീം. എന്താ കാര്യം എന്നറിയോ? ആ മാമ്പഴം പെറുക്കാൻ വീട്ടിലെ കുരുന്ന് ബാലൻ മരണപ്പെട്ടു പോയി. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ കുട്ടികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. നമ്മുടെ ഷാനവാസ് ഉസ്താദിൻ്റെ മോൻ്റെ കബറിങ്കൽ ഞാൻ പോയി. ഷാനവാസ് ഉസ്താദിൻ്റെ റാശി ഇപ്പോൾ നമ്മുടെ നന്ദിയിലുണ്ട്. അല്ലാഹു ആ മരണപ്പെട്ട കുട്ടിക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അവരുടെ കുടുംബത്തെയും ഒക്കെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കട്ടെ. നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. വൈലോപ്പള്ളിയുടെ ഭാവന തീരുന്നിടത്താണ് ഖുർആന്റെ വാചകം ആരംഭിക്കുന്നത്. ഉണ്ണിമാങ്ങയായ കാലത്ത് വീട്ടിലെ കുഞ്ഞുമോൻ ഒരു കൊളുന്ത് ഉണ്ണിമാങ്ങ പറിച്ച് മാതാവിന്റെ അരികിലെത്തിയതാണ്. വൈലോപ്പള്ളിയുടെ പാട്ടിൽ അതാണ് തീം. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക. ഇത് പാട്ട് കേൾക്കുന്ന സെൻസല്ല, സൂഫി സെൻസിൽ കേൾക്ക്. അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. ആ മാമ്പഴം അവകാശമില്ലാതെ മുറ്റത്തിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴോട്ടുരുണ്ടുരുണ്ടു കൂടി. ചുണ്ടിന്റെ കുണ്ടിൽ കണ്ണുനീരിന്റെ ഉപ്പിച്ച. എന്താ വിഷയം? 4 മാസം മുമ്പ് ഏറെ നാൾ കൊതിച്ചിട്ട ബാലമാ ഗന്ധം പൂവി തുണ്ണികൾ വിരിയവേ. 4 മാസം മുമ്പ് ഒരുപാട് കാലം കാത്തിരുന്നിട്ട് ആദ്യമായിട്ട് പൂത്തതാണ് മാവ്. ആ മാവിലെ പൂമ്പൊടി ഉണ്ണിമാങ്ങയായ കാലത്ത് അമ്മലർ ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചിട്ട് ആ കുരുന്ന് പൂത്തിരി കത്തിച്ച പോലെ ചിരിക്കൊടുക്കയായി കുസൃതിക്കൊടുക്കയായി വീട്ടിലെ കുഞ്ഞിമോൻ അമ്മയുടെ അരികിലെത്തിയതാണ്. ഒരു കൊളുന്തും പറിച്ചിട്ട് നോക്കമ്മ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മകൻ കരുതിയ റെസ്പോൺസ് അല്ല അമ്മ കൊടുത്തത്. ചൊടിച്ചു മാതാവപ്പോൾ. മാതാവിനത് ഇഷ്ടമായില്ല. കാരണം മാതാവ് എന്താ ചിന്തിച്ചറിയോ? മാതാവ് ചിന്തിച്ചത്, ഈ കൊളുന്ത് നീ പറിച്ചു കളഞ്ഞല്ലോ, ഇത്രയും കാത്തിരുന്ന കൊളുന്തല്ലേ, ഇത് നിനക്ക് തന്നെയല്ലേ തിന്നാനുള്ളത്. മാമ്പഴം വീഴുന്നേരം ഓടിച്ചെന്ന് എടുക്കേണ്ടവൻ 4 മാസം കഴിഞ്ഞിട്ട് പഴുത്തിട്ട് താഴെ വീണാൽ അതെടുക്കണ്ട നീ. ഈ ചില്ല പൊട്ടിച്ച് ഉണ്ണിമാങ്ങയുമായി വരുന്നത് നല്ല തല്ല് കൊള്ളാഞ്ഞിട്ടല്ലേ, ചന്തിക്ക് നല്ല അടി കിട്ടാഞ്ഞിട്ടല്ലേ. ഇതാണ് അമ്മാന്റെ പ്രതികരണം. ചെറിയ കുഞ്ഞു മോനാൻ ആകെ തളർന്നുപോയി. പൈതലിൻ ഭാവം മാറി, പതനാം ഭുജം വാടി, മുഖക്കാകെ വാടി, ഭാവൊക്കെ മാറി, പാവത്താനായി, കൈതവം കാണാ കണ്ണ്, കണ്ണ് നിർത്തടാകായി, കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി. കുറുമ്പുള്ള ആൺകുട്ടിയാണ്. ആ കുട്ടി എന്താക്കി? അമ്മ സ്വീകരിക്കാത്തതിനെ ചൊല്ലി ആ മാമ്പഴം മാങ്കുല ഉണ്ണിമാങ്ങാന്റെ കൊല മണ്ണിലേക്കൊരറ്റേറ്. മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല. 4 മാസം കഴിഞ്ഞിട്ട് ഇത് പഴുത്ത് പാകാവുന്നല്ല നിങ്ങൾ പറയുന്നത്. ഞാൻ വരുന്നില്ല അത് പെറുക്കാൻ, എനിക്ക് ഇതും വേണ്ട എന്ന് പറഞ്ഞത് മണ്ണിലെറിഞ്ഞിട്ട് അകത്തേക്കോടി. എല്ലാ കവിൻ്റെ ഉള്ളിലും ഒരു സൂഫിയുണ്ട്. ഇനി വൈലോപ്പള്ളി എന്താ പറയുന്നത്? വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ. അവിടെയും ഒരു ഹദീസ് ഉണ്ട് കേട്ടോ. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ, ഒരു വാക്കിന് മറുവാക്ക് വെച്ച് പൂർണ്ണവാക്യം പറയാൻ ഇനിയും പറ്റാത്ത വിശുദ്ധന്മാരായ കുട്ടികളെ, ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഇനി വരുന്ന കാര്യവും കാലേ കൂട്ടി ക്രാന്തദർശിത്വം ചെയ്യാൻ സാധ്യമാകുന്ന വിധം പ്രവാചകന്മാരാണോ നിങ്ങൾ? കുരുന്ന് മനസ്സിൽ, പിള്ള മനസ്സിൽ കള്ളമില്ല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുരുന്നുകളും നൈസർഗിക പ്രകൃതത്തിന്മേൽ പറക്കുന്നവരാണ്. ഈ പറഞ്ഞ വാക്ക് അച്ചട്ടം പുലർന്നു.
തുങ്കമാ മീനച്ചുടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക പുഷ്പമായി തീരും മുമ്പേ. മീനത്തിലൊക്കെയാണല്ലോ വെയിലേറ്റത്, കുമ്പവും മീനും വെയിൽ കൊള്ളുമ്പോഴാണല്ലോ മാങ്ങ പഴുക്കുക. അങ്ങനെയൊക്കെ ഈ സ്വർണ്ണ നിറമായ നിധികുംഭം പോൽ മാമ്പഴം പഴുത്തു തുടുക്കുന്നതിന് മുമ്പേ മാമ്പഴം വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി. ഖബറിന്റെ ഉള്ളിലായി കുഞ്ഞിമോൻ. എന്ത് ചെയ്യും? ഞാൻ ആരെയും ചെറുതാക്കുകയല്ല, വൈലോപ്പള്ളിയുടെ ഭാവന അവിടെ തൂർന്നു. ഇനി വൈലോപ്പള്ളിക്ക് കവിതയില്ല, വൈലോപ്പള്ളിക്ക് ഇനി കവിതയില്ല. കുടീരത്തിന്റെ അകത്ത് ഉറങ്ങുന്ന കുട്ടിയെ ഓർത്ത് കുടീരത്തിന്റെ മൺകൂടിന്റെ മുകളിൽ പോയി ഈ വീണ മാമ്പഴം വെച്ച് കരയുന്ന അമ്മയെ കുറിച്ച് പരിതപിക്കാനല്ലാതെ വൈലോപ്പള്ളിക്ക് ഇനി ഭാവനയില്ല. അത് വൈലോപ്പള്ളിയുടെ ചെറുപ്പമല്ല. അവിടെ ഇങ്ങനെ ഒരു ഭാവന വേദഭാവനയാണ്, ഖുർആനിക ഭാവനയാണ്, ഖുർആനിക വിശ്വാസമാണ്. ആ കുരുന്ന് ഈ മാതാവിനെയും കാത്ത് സ്വർഗത്തിന്റെ ഉമ്മറപ്പടിയിലുണ്ടാകും എന്ന് പറയാൻ വൈലോപ്പള്ളിക്ക് തത്വസംഹിതയില്ല, ഖുർആന് തത്വസംഹിതയുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ഒരിക്കൽ മരിച്ച ഈ കുട്ടി ഇനി മരിക്കാത്ത നിലയിൽ നിങ്ങളെയും കാത്ത് എവിടെയുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഏതാ വലിയ ഭാവന? ഏതാണ് വലിയ സമാധാനത്തിന്റെ പ്രത്യയശാസ്ത്രം? ഒന്നിൽ കണ്ണീരിൽ തീരുന്നു, മറ്റൊന്ന് കണ്ണീര് പുഞ്ചിരിയിൽ കലാശിക്കുന്നു. ക്യാൻസർ പിടിച്ചുപോയി കുട്ടി. പള്ളീൻ്റെ പിരിവിന് ചെന്നപ്പോൾ മുതലാളീൻ്റെ വക ഇത്രയും കാലം ദാനം തുറമം ചെയ്തതല്ലേ, പക്ഷെ ഇനി ചെയ്യുന്നില്ല. എന്താ ചെയ്തിട്ടെന്താ ഇപ്പൊ കാര്യം കിട്ടിയ? വിശ്വാസം ദുർബലമാവുകയാണ്. പക്ഷെ ഒരിക്കലും അതല്ലായി. കണ്ടതിനപ്പുറം ഇനിയുമുണ്ട്, അനുഭവിച്ചതിനപ്പുറം ഇനിയുമുണ്ട്. അതാണ് വരാൻ പോകുന്ന ലോകം. കുല്ലുമാഹുവ ആത്തിൻ കരീബുൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുല്ലുമാഹുവ ആത്തിൻ കരീബുൻ, കുല്ലുമാഹുവ ആത്തിൻ കരീബുൻ. വരുന്നതെല്ലാം ഇപ്പ വരും, അധികം വൈകില്ല. നിങ്ങൾ കാണാനിരിക്കുകയാണ്, മരണത്തോടെ മനസ്സിലാക്കാനിരിക്കുകയാണ്. മരണത്തെക്കുറിച്ച് പറയുമ്പോഴും പറയേണ്ടി വരും. ആത്മാവുണ്ടെന്ന്, പരലോകമുണ്ടെന്ന്, അന്യഗ്രഹ ജീവികളുണ്ടെന്ന്, മലായിക്കത്തുണ്ടെന്ന്. നമ്മൾ കണ്ടതല്ല, അതിനേക്കാൾ ഏറെ കാണാത്തതാണ് ലോകത്തുള്ളതെന്ന് എല്ലാതരം സയൻസുകളും പറയുന്ന ഒരു കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്കിന്റെ മൂർച്ച എത്ര വലുതാണ്! കുല്ലുമാഹുവാത്തിൻ കരീബ്. വരുന്നത് മുഴുവനും പെടുന്നനെ വരാൻ പോകുന്നു. ഒന്നും ഐതിഹ്യമല്ല, ഒന്നും ഊഹമല്ല, കേവല സങ്കല്പങ്ങളല്ല, വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ, നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ടാകണം. ആർക്കോ വേണ്ടി വിശ്വസിക്കരുത്, എന്തിനോ വേണ്ടി വിശ്വസിക്കരുത്, ഒരു വഴിപാട് പോലെ വിശ്വസിക്കരുത്. ഉപ്പ മുസ്ലിമാണ്, ഉമ്മ മുസ്ലിമാണ്, റേഷൻ കാർഡിൽ മുസ്ലിം പേരാണ്, ഐഡന്റിറ്റി കാർഡിൽ ഒരു അറബ് പേരാണ്, തൽക്കാലം മാറാനും വയ്യ, ഒരു പള്ളി മഹല്ല് ജമാഅത്തിന്റെ ഭാഗവുമാണ് എന്ന് കരുതി ഒരു ജാതിവാല് കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കേണ്ട ഏർപ്പാടിന്റെ പേരല്ല ദീനുൽ ഇസ്ലാം. ആനുകൂല്യം കിട്ടാൻ പേരിന്റെ കൂടെ വാല് പോലെ കൊണ്ട് നടക്കേണ്ട ജാതിവാലല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് പേരുണ്ടെങ്കിലും പേരില്ലെങ്കിലും, ആനുകൂല്യം കിട്ടിയാലും ഇല്ലെങ്കിലും ബോധ്യമുള്ളൊരു വിശ്വാസമാണ്, ഉറപ്പുള്ളൊരു വിശ്വാസമാണ്. അതാണ് റസൂലുള്ളാഹിന്റെ മാതൃക. ഉറപ്പാണ്, ബോധ്യമാണ്. പിടിക്കാൻ കിങ്കരന്മാരിതാ മുമ്പിലെത്തുമ്പോഴും എന്തൊരു ആത്മവിശ്വാസം! ഉംറക്ക് പോയവർക്കറിയാം, ഹജ്ജിന് പോയവർക്കറിയാം. പോകാത്തവർക്ക് ഉടൻ പോകാനും പോയവർക്ക് ആവർത്തിച്ച് പോകാനും സർവശക്തനായ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മക്കയിൽ മദീനയിൽ നൂറുകണക്കിന് കാഴ്ചകളുള്ള കൂട്ടത്തിൽ ഒരേ സമയം കണ്ണീരും കൗതുകവും ഉള്ളൊരു കാഴ്ചയുണ്ട്. ഗാർ ഹിറ, മറ്റൊന്ന് ഗാർ സൗർ. സൗർ ഗുഹയിലേക്ക് നോക്കണമെങ്കിൽ തല ഇങ്ങനെ കുത്തനെ പിടിച്ചു നോക്കണം. ചെങ്കുത്തായ മലയുടെ മുകളിൽ 5 ദിവസമാണ് ഹിജറ പോകുമ്പോ പുണ്യനബി അതിന്റെ അകത്ത് പാർത്തത്. 5 ദിവസം. ആ കഥയല്ല എന്റെ വിഷയം. ഒരുവിധം ആരോഗ്യമുള്ളവർക്ക് മാത്രം കയറിപ്പറ്റാൻ പറ്റും വിധം ചുരം കയറിപ്പോകുന്ന പോലെ കയറിപ്പോകേണ്ട ഗാർ സൗർ എന്ന് പറയുന്ന ഒരു മനുഷ്യനും
ഒരു കൂട്ടാളിക്കും കഷ്ടപ്പെട്ട് ബദ്ധപ്പെട്ട് ഇരിക്കാൻ മാത്രം വിശാലമുള്ള ഒരു പൊത്ത്, ഒരു മലപ്പൊത്ത്. ആ മലപ്പൊത്തിന്റെ അകത്തിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലും സഹാബിയും സിദ്ദീഖ് തങ്ങളും. ജീവനോടെ പിടിച്ചാൽ 100 ചുമന്ന ഒട്ടകം, തല മാത്രം കൊണ്ടു കൊടുത്താൽ ആനുപാതികമായിട്ട് അതിന്റെ കൂലി. ഇതാണ് ഇനാം. സുറാഖ തെക്ക് പോയി, വേറെയാള് വടക്ക് പോയി. കിങ്കരന്മാർ മക്ക മുഴുവനും പരതുകയാണ്. പുണ്യ നബിയെ പിടിക്കണം. ഒന്നുകിൽ ഉടലോടെ പിടിക്കണം, അല്ലെങ്കിൽ ഉടലിൽ തലയില്ലാതെ പിടിക്കണം. പിടിച്ചേ അടങ്ങൂ വാശിയാണ്. ആലോചിച്ച് നോക്കണം. മിനിറ്റുകൾ മണിക്കൂറുകൾ ബന്ധപ്പെട്ട് കയറിയാൽ മാത്രം എത്തുന്ന ഹിറയുടെ എല്ലാ ഗാർസൗറിന്റെ ഉള്ളിലും അതിന്റെ തൊട്ടു മുമ്പിലും അവരെത്തി. എങ്ങനെയെങ്കിലും പിടിക്കണം. ഉമയ്യത്ത് ബിൻ ഖലഫ് മക്കയിൽ കൊമ്പനാണ്, വമ്പനാണ്, ധീരനാണ്. കിങ്കരന്മാർ ഒരുപാടുള്ള വലിയ പോക്കിരിയാണ്. ഉമയ്യത്തും സംഘവും ഈ ഗുഹയുടെ നേരെ മുമ്പിലെത്തി. ഒന്ന് താഴെ നോക്കിയാൽ കയ്യോടെ പിടികൂടാൻ കഴിയും. അള്ളാന്റെ ഹബീബിനെയും ഹബീബിന്റെ ഹബീബിനെയും രണ്ടുപേരെയും പിടികൂടാൻ കഴിയും. സിദ്ദീഖിനെയും പുണ്യനബിയെയും പിടികൂടാൻ കഴിയും. പുണ്യനബിക്ക് ബേജാറില്ല, സാഹിബുൽ വഹീന് ബേജാറില്ല. പക്ഷേ സാഹിബുൽ വഹീന്റെ സാഹിബിന് മാനുഷികമായ ആദി വന്നു. എന്താണ് ആദി? എന്നെ പിടിക്കുമോ എന്നുള്ളതല്ല, എന്റെ സ്വത്ത് നശിച്ചു പോകുമോ എന്നുള്ളതുമല്ല. എന്റെ കൂടെയുള്ള അള്ളാന്റെ ഹബീബിനെ എങ്ങാനും പിടിച്ചാൽ ഈ വെളിച്ചം കെട്ടുപോകില്ലേ? ഇവരെങ്ങാനും അള്ളാന്റെ നബിയെ താഴെ നോക്കിയാൽ നമ്മൾ പെട്ടില്ലേ? പക്ഷേ പ്രകൃതി പോലും അസാധാരണമായ പ്രതിഭാസങ്ങൾ പണിതിട്ടു. മാടപ്രാവ് വന്ന് മുട്ടയിട്ടു, എട്ടുകാലി വന്ന് വല നെയ്തു. അവിടെ പക്ഷികൾ കലപില ശബ്ദം കൂടി. ഉമയ്യത്ത് ബിൻ ഖലഫിന് തോന്നി, ഈ എട്ടുകാലി വല നെയ്ത മാടപ്രാവ് വന്ന് മുട്ടയിട്ട ഈ പൊത്തിനകത്ത് മനുഷ്യരുണ്ടാകുമോ? രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷപ്പെടുന്നതിന്റെ മുമ്പ് തലയൊന്ന് താഴെ നോക്കിയാൽ രണ്ടുപേരും കൺമുമ്പിൽ കാണുന്ന ആ സന്ദർഭം. സിദ്ദീഖ് തങ്ങൾ ബേജാറായപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ഇത് പറയാനാണ് ഞാൻ ഇത്രയും മെനക്കെട്ടത്. മാ ലന്നുക ബിസ്നൈനി, മാ ലന്നുക ബിസ്നൈനി, സിദ്ദീഖേ മാ ലന്നുക ബിസ്നൈനി വസാലിഫഹുമുല്ലാഹ്. മൂന്നാമൻ അല്ലാഹു ആയ രണ്ടുപേരെ കുറിച്ച് നീ എന്തേ വിചാരിച്ചേക്കുന്നത് സിദ്ദീഖേ? മൂന്നാമൻ അല്ലാഹു ആയ രണ്ടുപേരെ കുറിച്ച് നീ എന്തിനെ ബേജാറാകുന്നത് സിദ്ദീഖേ? ഞാനും നീയും രണ്ടാളാണെന്നാണോ നിന്റെ വിചാരം? നമ്മൾ രണ്ടാണ്, പക്ഷേ നമ്മുടെ മൂന്നാമൻ നമ്മൾ കാണാതെ നമ്മളെ കാണുന്ന അല്ലാഹു ആണ്. ഇവിടെ വാസ്തവത്തിൽ ആരെയാണ് സമാധാനിപ്പിക്കേണ്ടത്? സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിനെയാണ് സമാധാനിപ്പിക്കേണ്ടത്. കാരണം ഉമയ്യത്ത് ബിൻ ഖലഫും സംഘവും പിടിച്ചാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നും ചെയ്യൂല. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലുള്ള ഹോൾസെയിൽ കോമൺ ബിസിനസ് പാർട്ട്ണറാണ്. ഒരുപാട് ഖുറൈശികളുമായിട്ട് പാർട്ട്ണർഷിപ്പുള്ള വ്യവസായ ഭീമനാണ് അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 1 ലക്ഷം മുക്കിയ പൊന്ന നാണയത്തിന്റെ മുതലാളിയായിരുന്നു അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അംർ ബിൻ ഹിഷാമാണ് പാർട്ട്ണർ. അബൂജഹൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഷാമെന്ന് ചുവന്ന ഒട്ടകങ്ങളെ മൊത്തം കൊണ്ടുവന്ന് മക്കയിൽ ഹോൾസെയിൽ ഡീലർ, റീറ്റെയിൽ അല്ല. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും നല്ല കാർ ഏതാ? ബൊഗാട്ടിയോ? കുട്ടികൾ പറ, റോൾസ് റോയ്സോ? ആ സ്ഥാനത്തുള്ള സാധനമാണ് ചുവന്ന ഒട്ടകം. അതിന്റെ ഹോൾസെയിൽ ഡീലർ. ഒന്നും ചെയ്യൂല പിടിച്ചാൽ. റസൂലുള്ളാഹിനെയാണ് അവർ തേടി വന്നത്. പക്ഷേ റസൂലുള്ളാഹി സിദ്ദീഖ് തങ്ങളെയാണ് സാന്ത്വനിപ്പിക്കുന്നത്. സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിനെ അല്ല. മാ ലന്നുക ബിസ്നൈൻ, സിദ്ദീഖ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടല്ലേ? വല്ലാത്തൊരു കഥ സിദ്ദീഖ്, നിങ്ങൾക്ക് ടെൻഷൻ ആകുന്നുണ്ടല്ലേ, ബേജാറാകുന്നുണ്ടല്ലേ? മാ ലന്നുക ബിസ്നൈൻ, രണ്ടുപേരെ കുറിച്ച് നീ എന്തേ വിചാരിച്ചത്? സാലിസുഹുമുല്ലാഹ്, രണ്ടുപേരെ മൂന്നാമനാക്കുന്ന മൂന്നാമൻ അള്ളയായിരിക്കെ. എന്തൊരു കഷ്ടമാണ് സിദ്ദീഖ് എന്ന് സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പിന്നെ ഖുർആൻ കഥയിലെടുത്തു. ആ സന്ദർഭത്തെ ക്ലിക്ക് 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 ഫോട്ടോ എടുത്തു, വീഡിയോ ആക്കി. ഖുർആൻ കഥ പറഞ്ഞു. ثاني اثنين إذ هما في الغار إذ قال لصاحبه لا تحزن إن الله معنا. ثاني اثنين إذ هما في الغار, രണ്ടുപേരിൽ രണ്ടാമൻ ഒന്നാമനോട് പരിഭവം പറഞ്ഞ സന്ദർഭം. ഇദ് ഖാല ലിസ്വാഹിബി, അപ്പോൾ കൂട്ടാളിയോട് ആ രണ്ടുപേരിലെ ഒന്നാമൻ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ. എന്താണ് പറഞ്ഞത്? ലാ തഹ്സൻ,
വ്യസനിക്കേണ്ട, ഇന്നല്ലാഹ മഅനാ, നമ്മളോടൊപ്പം അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കിതാണ്, മാ ലന്നുക ബിസ്നൈൻ വസാലിസുഹുമുല്ലാഹ്. ഈ കാലത്ത് ഓരോ മുസൽമാനോട്, ഓരോ വിശ്വാസിയും ഓരോ വിശ്വാസിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യം അതാണ്, പറയേണ്ട വാക്കതാണ്, സാന്ത്വന വാക്കതാണ്, മാ ലന്നുക ബിസ്നൈൻ വസാലിസുഹുമുല്ലാഹ്. മാ ലന്നുക ബിസ്നൈൻ വസാലിസുഹുമുല്ലാഹ്. മാ ലന്നുക ബിസ്നൈൻ വസാലിസുഹുമുല്ലാഹ്. ഇതൊരു വിരോധത്തിന്റെ വാക്കല്ല, ഇത് ആത്മവിശ്വാസത്തിന്റെ വാക്കാണ്. നമ്മൾ ഒറ്റക്കല്ല, ഈ വിശ്വാസത്തിന്റെ കൂടെയാണ് കേരളം എന്നും നിന്നത്.